M0 നെഗറ്റീവിൻ്റെ M1 പക്ഷേൻ്റെ ഫ്രീ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഇതുവരെ ഇതിൻ്റെ ഫിൽറ്റർ ചേഞ്ചും കാര്യങ്ങളും കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു 10 ഇരുന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നഖം വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ ബോർഡിൻ്റെ പേരൊക്കെ ഉണ്ടാവും. ഇതാണ് IoTYF സൊല്യൂഷൻസ്. പമ്പുണ്ടാവും, 2 SV ഉണ്ടാവും, പമ്പ്, ഒരു സെഡിമെൻ്റ്, ഒരു കാർബൺ, ഒരു മെമ്മറൈൻ, അസംബിൾഡ് മെമ്മറൈൻ, പിന്നെ ഒരു ഹെൽത്ത് ബൂസ്റ്റും പറഞ്ഞ് ഇവരുടെ തന്നെ ടെക്നോളജി തന്നെ സാധനം വരും. അത് ഈ ആക്റ്റീവ് കോപ്പറും അതൊക്കെ വരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിത് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ വരുന്നു. ഓക്കെ, മെമ്മറൈൻ്റെ ഹൗസിങ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു മെമ്മറൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനകത്ത് പേരൊന്നുമില്ല. അതിനകത്ത് പേരൊക്കെ നേറ്റീവ് എന്ന പേരൊക്കെ ഉണ്ട്. എത്ര GB ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറേ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൽ കിടക്കുന്നത് 26185 എന്നൊക്കെ ലാസ്റ്റ് കിടക്കണേ. പിന്നെ അത്യാവശ്യം ഇത് കണ്ടിട്ടൊരു 150 ഒക്കെ തോന്നുന്നുണ്ട്, ത്രെഡും കാര്യം കണ്ടിട്ട്. മെമ്മറി എന്തായാലും ഇവിടെ നല്ല മെമ്മറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാധനം, അങ്ങനെ 4 കിടപ്പുണ്ട്. ഇത്ര അതിനകത്ത് വരുന്നത്. ജസ്റ്റ് കാണാൻ ശേഷം ഇങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പിന്നെ എത്രയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഒരു UF ഉണ്ടാവും, അതെടുത്ത് മാറ്റണം. ഓക്കെ, ബാക്കി ഇനി ഫിറ്റ് ചെയ്യുക, പ്രീ ഫിൽറ്റർ മാറുക എന്നുള്ള സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മേടിക്കുമ്പോൾ എന്തൊക്കെ ഫിൽറ്റർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ ഫിൽറ്റർ എന്ന് പറയുമെങ്കിലും ഏതാ യൂസ് ചെയ്യാമെന്ന് അറിയത്തൊന്നുമില്ലോ. ഇതൊക്കെ വരുമ്പോഴത്തേക്കും അക്വാഗാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെയാണ് വരുന്നത്. ഇത് പിന്നെ ഏതോ ഒരു മെഷീൻ്റെ വരുന്നത്. മെമ്മറിയും പിന്നെ അസംബിൾഡിൻ്റെ നോർമൽ മെഷീനാണ് വരുന്നത്. പിന്നെ സെഡിമെൻറ്റും കാർബണൊക്കെ വ്യത്യാസമുണ്ട്. എനിക്കിതും അക്വാഗാർഡിൻ്റെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അക്വാഗാർഡും പ്യൂരിറ്റിൻ്റെയൊക്കെ ഒരു സമയം എനിക്ക് തോന്നുന്നുണ്ട് ഈ മെഷീനത്തിൽ. അപ്പോൾ ഓക്കെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 ഫിൽറ്ററും മാറി മെഷീൻ പഴയപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റിജക്ഷൻ അങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. പ്രീ ഫിൽറ്റർ അവിടെ, SMBS അവിടെ, ഇത് ട്രേ ഉണ്ട്, ട്രേ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് മെഷീൻ്റെ ട്രേ. ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിന്ന് ലീക്കൊക്കെ നോക്കി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ പിന്നെ വരേണ്ടി വരും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഏതെങ്കിലും രീതിയിൽ വാട്ടർ പ്യൂരിഫയറിന് സർവീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നേറ്റീവ് അർബൻ കമ്പനിയുടെ നേറ്റീവ് M1 കോപ്പർ എന്ന് കാര്യമാക്കണ്ട, M1 വാട്ടർ പ്യൂരിഫയർ. ഇതിൻ്റെ ടാപ്പായിരിക്കും, വേറെയൊക്കെ പ്രസ് ബട്ടണായിരിക്കും. പിന്നെ M0 M1 ടാപ്പും M2 M2 Pro എന്ന സീരീസിൽ വരുമ്പോൾ ടച്ച് ബട്ടണായിരിക്കും. അത് അലമ്പാണ്, ഭയങ്കര പാടാണ്. ഇതായിരിക്കും കുറച്ച് നല്ലത്. നമുക്ക് വീട്ടുകളിലൊക്കെ മേടിച്ച് കൊടുക്കാനാണെങ്കിൽ അതൊക്കെ കോമൺ സ്പേസിലൊക്കെ ഈ ടാപ്പാണ് നല്ലത്. ഒടിഞ്ഞു പോയാലും പെട്ടെന്ന് കിട്ടും. മറ്റേത് ടച്ചൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വലിയ പണിയാണ്. പിന്നെ കംപ്ലൈൻറ്റ് അങ്ങനെ വരാറില്ല എന്നുള്ള സത്യമുണ്ട്. എന്നാലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോർമലി വരാതെ നോക്കുന്ന മെഷീൻസ് അല്ലേ, വരാത്ത മെഷീൻസ് മേടിക്കുന്നത് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറായിട്ട് നമുക്ക് നമ്മുടെ ഈ നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ അയക്കുന്നവർ ജസ്റ്റ് എന്താ സംഭവം മെഷീൻ്റെ ഫോട്ടോ അയച്ച് അതിൻ്റെ വോയിസ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ കിട്ടും. നോക്കിയിപ്പം അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ സംഭവം എന്താണെന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾ കംപ്ലൈൻ്റൊക്കെ അയക്കുമ്പോൾ സമയത്ത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് കൂടി വോയിസ് മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബൈ.